ഫ്രണ്ട്സ്, വെൽക്കം ടു തേജസ് സ്നേഹാസ് മാജിക്. തേജസ് സ്നേഹാസ് മാജിക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ കാണാൻ പോകുന്നത് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ഇത് കുഞ്ഞുങ്ങൾ മുതൽ വലിയവർക്കൊക്കെ നമുക്ക് കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് പൊട്ടാറ്റോ റൈസ് ആണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ പൊട്ടാറ്റോ, അതുപോലെ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതാണ്. ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഞാൻ ഇവിടെ വേവിച്ചെടുത്തിരിക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ്, ചോറ് 1 കപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന്, ഉള്ളി ഒരു ചെറിയ കഷ്ണത്തിന്റെ പകുതി ഭാഗമാണ് ഉള്ളി ഇതുപോലെ മുറിച്ചെടുത്തത്, 2 പച്ചമുളക്, പിന്നെ സോമ്പ് അതായത് പെരിഞ്ജീരകം എന്ന് പറയും, ഇത് ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, നെയ്യ് ആവശ്യത്തിന്, പുതിന ഇല ആവശ്യത്തിന്, പിന്നെ നമുക്ക് അല്പം വെളിച്ചെണ്ണ. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മാത്രം നെയ്യ് ചേർത്തിയാൽ മതി, അല്ലെങ്കിൽ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് എണ്ണയാണോ ഉണ്ടാക്കുന്നത് അതിൽ നിങ്ങൾ ചെയ്യാം. ഇത്രയൊക്കെയാണ് അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ റൈസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ച് അതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് നെയ്യ് ചേർക്കാം. നോക്കൂ, ഒരു 1/4 സ്പൂൺ നെയ്യാണ് ഞാനിവിടെ ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ. അപ്പോൾ നമ്മുടെ എണ്ണയ്ക്കൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോമ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ സോമ്പ്. നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് പൊട്ടാറ്റോ റൈസ് ആണ്. ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നതും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. ഒപ്പം തന്നെ പച്ചമുളകും ചേർക്കാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണമെന്നില്ല, എന്നാലും ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയി നിറമൊന്ന് മാറണം. അതുവരെ നമ്മൾ വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നിറം മാറി ഒന്ന് മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, ഉള്ളിയും പച്ചമുളകൊക്കെ. ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ പേസ്റ്റ് എന്ന് അറിയാതെ പറഞ്ഞാണ്, ചതച്ചാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതൊരു 1/2 ടീസ്പൂണാണ് ഞാനിവിടെ ചേർക്കുന്നത്. വഴറ്റുന്ന സമയത്ത് അടുപ്പൊന്ന് മീഡിയത്തിലേക്ക് ഇടുക, കരിയാതെ നോക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചത് നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം. നോക്കൂ, ഒരുപാട് കുഴയാതെ വേവിക്കണം നിങ്ങൾ. ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഇതുപോലെ വെന്താൽ മതി. ഇതൊന്ന് നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നിങ്ങൾക്ക് ഈ പച്ചമുളക് ഇടുന്ന സ്ഥലത്ത് നിങ്ങൾ വേണമെങ്കിൽ മുളക് പൊടിയും ചേർക്കാം. ഞാനിവിടെ പച്ചമുളക് ഇട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് 5 മിനിറ്റ് ഞാൻ നല്ലപോലെ വഴറ്റി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അല്പം പുതിന ഇല ഇട്ട് കൊടുക്കാം. നല്ലൊരു മണമാണ് പുതിന ഇലയൊക്കെ ഇടുന്ന സമയത്ത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോറ് ചേർക്കാം. ഇതുപോലെയാണ് ഇരിക്കേണ്ടത്, ഉതിരിയായിരിക്കണം, വെന്ത് കുഴയാനൊന്നും പാടില്ല. നിങ്ങൾ ചോറ് വേണമെങ്കിൽ ഉപ്പിട്ടും വേവിക്കാം. ഞാനിവിടെ ഉപ്പിടാതെ വേവിച്ച ചോറാണ്, അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യമേ ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ നോക്കിയിടുക. വേണമെങ്കിൽ മാത്രം നമ്മൾ ചേർത്തിയാൽ മതി. ഉപ്പ് നോക്കിയിടുക. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് ഇനി ഇളക്കി കൊടുക്കാം. നോക്കൂ, നമ്മുടെ പൊട്ടാറ്റോ റൈസ് എത്ര വേഗമാണ് റെഡി ആയെന്ന് നോക്കൂ. നിങ്ങൾ കാലത്ത് തിരക്ക് പിടിച്ച് പോകുന്ന സമയത്ത് അമ്മമാരും ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഒരു റൈസൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇതുപോലൊക്കെ ഒരു റൈസ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. ഉരുളക്കിഴങ്ങെന്ന് പറഞ്ഞാൽ
ഇഷ്ടമില്ലാത്ത കുട്ടികൾ ആരും തന്നെ ഉണ്ടാവില്ല. അവർക്ക് ഒരു ലഞ്ചിനൊക്കെ നിങ്ങൾ ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ അവർ ലഞ്ചൊക്കെ മുഴുവൻ തന്നെ കഴിച്ചിട്ട് വരും. നമ്മൾ ഉരുളക്കിഴങ്ങ് ഗ്യാസാണ്, അതുകൊണ്ടാണ് നമ്മളിതിൽ പുതിന ചേർക്കുന്നത്. പുതിന ചേർക്കുമ്പോൾ ആ ഗ്യാസ് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരും. ഒന്ന് നല്ലപോലെ ആ ഉരുളക്കിഴങ്ങും ആ ഉള്ളിയുടെ കൂടെയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അത്രയേ ഉള്ളൂ. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കാം. ഉപ്പ് കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ റൈസ് റെഡിയായി. നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ റൈസൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അവസാനമായി കുറച്ചുകൂടെ പുതിനയില ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഇതേ പാത്രത്തിൽ തന്നെ നമ്മൾ പട്ടാണി റൈസും ചെയ്യാം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ റൈസൊക്കെ ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പൊട്ടാറ്റോ റൈസ് എന്ന് പറയുന്നത്. പട്ടാണി റൈസാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ പച്ച പട്ടാണി ഇവിടെ കുതിർത്തി രാത്രി 12 മണിക്കൂർ കുതിർത്തിയതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്താണ്, ഉപ്പിട്ട് വേവിച്ചെടുത്തത് ഒരു 1/4 കപ്പ്. ചോറ് അതുപോലെ തന്നെ വേവിച്ചെടുത്ത. ഇതിന് അധികം കുഴയാൻ പാടില്ല. അതുപോലെ റൈസൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ അധികം കുഴയാതെ തന്നെ ചോറ് ഉണ്ടാക്കണം. ഇത് നമ്മൾ പൊന്നിയരി, നമ്മൾ ചോറ് വയ്ക്കുന്ന അരി തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് ചോറ്, പട്ടാണി 1/4 കപ്പ്, സവോള ഒരു അരമുറി ഞാൻ അതുപോലെ അരിഞ്ഞെടുത്തിരിക്കുകയാണ്, പച്ചമുളക് ഒരെണ്ണം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് നമുക്ക് ആവശ്യത്തിന്, മുളക് പൊടി ആവശ്യത്തിന്. ഇത് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ ഉണ്ടാക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ, ഉപ്പ് ആവശ്യത്തിന്, അതുപോലെ തന്നെ സോമ്പ്, പെരിഞ്ജീരകം എന്ന് പറയും, അത് ആവശ്യത്തിന്, നെയ്യ് ആവശ്യത്തിന്. ഇത്രയൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. ഇതിനി എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതിന് നെയ്യ് നിർബന്ധമേ ഇല്ല. ഞാൻ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു 3/4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ വെളിച്ചെണ്ണ, ടീസ്പൂൺ അല്ല സ്പൂണാണ്, 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 2 ടീസ്പൂൺ കാണും ഈ ഒരു അളവ് എന്ന് പറയുന്നത്. അതാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 4 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഒരു 3/4 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്നുണ്ട്. നമ്മൾ ഈ സമയത്ത് സോമ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ സോമ്പൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. കരിയരുത്, കരിയാതെ നോക്കുക. സവോള ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു പച്ചമുളക് ചേർക്കാം. ഇത് അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക, കരിയാതെ നോക്കുക. അപ്പോൾ വഴറ്റിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊരു 1 ടീസ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ മണം വരട്ടെ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ല മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പട്ടാണി ചേർക്കാം. ഉപ്പിട്ട് വേവിച്ചതാണ്. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പട്ടാണിയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർക്കാം. മുളക് പൊടി നമ്മൾ 1 മുളക് ഇട്ടിട്ടുണ്ട്, പച്ചമുളക് നമ്മൾ അതിനനുസരിച്ച് ചേർക്കാം. പിന്നെ നിങ്ങൾ കുഞ്ഞുങ്ങളോ വലിയവരോ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. മുളക് പൊടി കരിയരുത്.
ഈ സമയത്ത് നമ്മൾ ഇതിലും അല്പം പുതിന ഇല ചേർക്കാം, നല്ലൊരു മണത്തിനാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഒരു 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് നല്ല കളറ്, അധികം എരിവൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് മുളക് പൊടിയാണോ അതിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക. ഇനി നമ്മൾ ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കി തന്നെ ഇടുക. ഈ ചോറൊക്കെ കുറച്ചൊന്ന് ഫ്രൈ ആയി വരട്ടെ. പട്ടാണി റൈസ് ഇതുപോലെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പട്ടാണി റൈസും റെഡി ആയി കഴിഞ്ഞാൽ നോക്കൂ, ഇത് അല്പം ഒന്ന് ഫ്രൈ ആവണം. നമ്മൾ പൊട്ടാറ്റോ റൈസ് ഉണ്ടാക്കിയ പോലെയല്ല, അത് പെട്ടെന്നാവും. ഇത് ഒരു 2 മിനിറ്റ് കൂടെ അധികം നിങ്ങളൊന്ന് ഇതുപോലെ വഴറ്റി കൊടുക്കുക. നല്ലൊരു മൊരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ പട്ടാണി റൈസ് റെഡിയായി. നമ്മൾ അവസാനമായി നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം. വെങ്കായത്താളെന്ന് പറയും. അപ്പോൾ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യാം. കഴിഞ്ഞു, നമ്മുടെ പട്ടാണി റൈസിൻ്റെ പണിയും കഴിഞ്ഞു. നോക്കൂ എത്ര പെട്ടെന്നാണ് നമ്മൾ 2 റൈസ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ പട്ടാണി റൈസ് നല്ലൊരു മണമാണ് വന്നിട്ടുള്ളത്. അധികം നമ്മൾ ഗരം മസാലകളോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. കുഞ്ഞുങ്ങൾ മുതൽ വലിയൊരു വരെ നമ്മൾ കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് സ്പെഷ്യൽ എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ പട്ടാണി റൈസും റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഇതൊന്ന് ഇനി സെർവ് ചെയ്യാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ 2 ലഞ്ച് ബോക്സ് റെസിപ്പിയും റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വിഭവങ്ങളാണ്. പൊട്ടാറ്റോ റൈസ് എന്ന് പറയുന്നത് ഇതാണ്. നല്ലൊരു മണമാണ് ഉണ്ടാക്കുമ്പോൾ തന്നെ. ഇതാണ് നമ്മുടെ പൊട്ടാറ്റോ റൈസ് എന്ന് പറയുന്നത്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തയക്കാൻ, പെട്ടെന്ന് സ്കൂളിൽ കൊടുത്തയക്കാൻ പറ്റിയൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയൊക്കെ ഒന്ന് കാണിക്കാമോ എന്ന്. അവർക്കൊക്കെ വേണ്ടിയാണ് ഞാനിത് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇത് നമ്മുടെ പട്ടാണി റൈസ് എന്ന് പറയുന്നത്. പട്ടാണി റൈസ് എന്ന് പറയുകയാണെങ്കിൽ അതിന് സൈഡ് ഡിഷ് പോലും വേണ്ട, നമുക്ക് വെറുതെ തന്നെ കഴിക്കാം. അങ്ങനെ വേണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഓണിയൻ റൈത്ത് അതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. നോക്കൂ, ഇതിൽ സവോള, തക്കാളി, പച്ചമുളക്, അതുപോലെ തന്നെ മല്ലിയില ഇതൊക്കെ ഇട്ടാണ് ഞാൻ തൈരിൻ്റെ കൂടെ ഒരു സാലഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് മുട്ട കഴിക്കണവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലൊക്കെ ഒരു ബോയിൽഡ് എഗ് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ പെപ്പറും സോൾട്ടൊക്കെ ഇട്ട് കഴിക്കുന്ന കുട്ടികളാണെങ്കിലോ വലിയവരാണെങ്കിലോ ഇതുപോലെയൊക്കെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമായതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ കമൻസുകളൊക്കെ ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വിഭവമായി വരുന്നതുവരെ നിങ്ങളെല്ലാവർക്കും എൻ്റെ നന്ദിയും നമസ്കാരവും. താങ്ക് യു.